എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാ ദിവസവും ഓരോ ഭാഗ്യവാന്മാർക്ക് ലോട്ടറി അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജോലി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ വീട് ലഭിക്കുന്നുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ പൂജയിൽ നിന്ന് ലഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല, നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എല്ലാ ദിവസവും ശിവപൂജ, വിഷ്ണു പൂജ, എല്ലാ ലക്ഷ്മി പൂജ എല്ലാം നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജ്യോതിഷത്തിൽ നിന്ന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. പൂർണ്ണ വിശ്വാസമാണ് എല്ലാത്തിനും അടിസ്ഥാനപരമാണ്. അതുപോലെ തന്നെ ഇന്ന് പറയാൻ പോകുന്ന പ്രധാന കാര്യം, ഈ കർക്കിടക മാസം നിങ്ങളുടെ വീട്ടിൽ ഈ പക്ഷികൾ വരികയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ തീർച്ചയായും നിങ്ങൾ ഇതിന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇത് നിങ്ങളുടെ വീട്ടിൽ വരുവാണെങ്കിൽ ധനം വരാൻ സമയമായി എന്നാണ്. കർക്കിടകം തീരുന്നതിന് മുമ്പ് ഇത് എത്തിച്ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ധനം എത്തിച്ചേരും എന്നുള്ളത് ഒരു സംശയവുമില്ല. അതിലൊന്ന് പ്രധാനം നമ്മളുടെ തത്തയാണ്. തത്ത നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ അതിനെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ഐശ്വര്യം വരാൻ സമയമായി, ധനം കുമിഞ്ഞുകൂടാൻ സമയമായി, നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ ഭാഗ്യം സമയമായി. ആ സമയത്ത് തന്നെ നിങ്ങൾ ഇത് ചെയ്തോണം. നിങ്ങൾക്ക് തീർച്ചയായും അടിക്കും എന്നുള്ളതിൽ ഒരു സംശയം. ലോട്ടറി എന്ന് പറഞ്ഞാൽ വെറും ലോട്ടറിയല്ല, ലോട്ടറിക്ക് തുല്യമായ ഭാഗ്യങ്ങളാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദിക്കിൽ നിന്ന് നിങ്ങൾ ധനം വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതം ആകെ മറിക്കും എന്നുള്ളതിൽ ഒരു സംശയം. ഈ കർക്കിടക മാസം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കർക്കിടക മാസം തീരുന്നതിന് മുമ്പ് ഈ ജീവികളിൽ ഏതെങ്കിലും ഒന്ന് തത്ത, പിന്നെ രണ്ടാമത്തത് നിങ്ങൾ പ്രാവ്, ഇതിലേതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം ഉള്ള സൂചനയാണ്. വീട്ടിൽ അതുപോലെ തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാരുണ്ടോ എന്നും ശ്രദ്ധിക്കണം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, അതുപോലെ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു 100-ൽ 50%, 75% സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് ഐശ്വര്യം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പക്ഷി വരുന്നത് എന്ന്. അതിന് ആഹാരം കൊടുക്കണം, അതിന് ധാന്യമണികൾ കൊടുക്കണം, അതുപോലെ തന്നെ അതിനെ സന്തോഷപ്പെടുത്തണം, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ അതിന് കൊടുക്കണം. സന്തോഷപൂർവ്വം ഈ കർക്കിടക മാസം നിങ്ങൾ കൊടുത്തു നോക്കൂ. നിങ്ങൾക്ക് വിചാരിക്കാത്ത രീതിയിൽ ഐശ്വര്യമുണ്ടാകും. ഈ പറഞ്ഞ നാളുകാർക്ക് 50%ആണ് നമ്മൾ സാധ്യത പറഞ്ഞത്. ഈ നാളല്ലാത്തവർക്ക് 50% സാധ്യതയുണ്ട്. എന്നാലും 50-75% ഈ നാളുകാർക്ക് നമ്മൾ പറയും. ബാക്കി 25% അത് നാളല്ലാത്തവർക്കും സാധ്യതയുണ്ട്. അവരും ഒരു കാരണവശാലും പുറകോട്ട് പോകരുത്. അവർ തീർച്ചയായും ചെയ്യേണ്ട കാര്യങ്ങൾ പഴവർഗ്ഗം കൊടുത്ത് അതിനെ സംതൃപ്തിപ്പെടുത്തി ഈ പ്രാവ് വിരിക്കുകയോ തത്ത വിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അത് വെറും തത്തയാണെന്നും പ്രാവാണ്. ഒരിക്കലും അല്ല. കർക്കിടക മാസം ഭഗവാൻ നാരായണൻ ഓരോ രൂപത്തിൽ വരുന്നത്, രാമനായും ലക്ഷ്മണനായും വരുന്നത് പോലെയും സീതയായും വരുന്നത് പോലെയും കർക്കിടകത്തിൻ്റെ ആ കഷ്ടപ്പാട് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ വേണ്ടി ഭഗവാൻ ഒരു രൂപത്തിൽ വരുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം നോക്കുകയാണ്. ഈ രൂപത്തിലാണ് ഭഗവാൻ വരുന്നത്. അത് വളരെയധികം കരുതലോടുകൂടി നിങ്ങൾ ഇരിക്കണം. ഭഗവാനെ സങ്കല്പിച്ച് ആ കിളിക്ക് നിങ്ങൾ ആഹാരം കൊടുക്കും. ആ നിമിഷം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് തടസ്സം എന്നുള്ളത് ആ നിമിഷം ആ കിളിയിലൂടെ ഭഗവാൻ മാറ്റിത്തരും. അതോടുകൂടി നിങ്ങളുടെ ജീവിതം മാറി രാജാവിനെ പോലെ നിങ്ങൾ ജീവിക്കും. നിങ്ങൾക്ക് അന്ന് തൊട്ട് ശുക്രദശയാണ് വരുന്നത്, അതിലൊരു സംശയവും. ഇതൊരിക്കലും അന്ധവിശ്വാസമല്ല, ഇത് റിയൽ ഫാക്റ്റാണ്. നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓരോ മാസങ്ങൾക്കും ഓരോ ദിവസങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ആ നാളുകാർക്ക് അതിൻ്റേതായ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ നാളുകാർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യമാണ്. അതുപോലെ തന്നെ ഐശ്വര്യം എല്ലാവർക്കും കിട്ടാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കണം. വരുന്ന ജീവിയെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ആ പക്ഷിക്ക് ആഹാരം കൊടുത്ത് അതിനെ സന്തോഷപൂർവ്വം വെള്ളവും കൊടുത്തു സ്വീകരിക്കുക. അത് തീർച്ചയായും നിങ്ങളുടെ ചുറ്റുപാടും തന്നെ കാണും. ആ കർക്കിടക മാസം ഇതിനെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പരിപാലിക്കണം. ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ പാടില്ല. അതിന് സന്തോഷമുള്ള ആഹാരങ്ങൾ കൊടുത്ത് സംതൃപ്തിയോടെ നിങ്ങൾ വിടുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കും. അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ വരും. ആ പക്ഷി വന്നാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒരു കാര്യം, ഉടനെ തന്നെ ആ പക്ഷി പോയ ഉടനെ തന്നെ നിങ്ങൾ വിളക്ക് കത്തിച്ച് ഭഗവാനെ സ്മരിച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം പറയുക. ഒരു 5 മിനിറ്റ് വിളക്കിന് മുമ്പിൽ ഇരുന്ന് നിങ്ങൾ നാമം ജപിക്കുക. നാമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈശ്വരനെ നാമം ജപിക്കുക. ഓം നമോ നാരായണ, ഓം ലക്ഷ്മി നാരായണ, ഓം നമഃശിവായ എന്നുവേണ്ട എല്ലാ മന്ത്രങ്ങളും ജപിക്കുക. ഒരു 2 മിനിറ്റ് സ്മരിച്ചതിന് ശേഷം ആ കിളി പോയതിന് ശേഷം നിങ്ങൾ ഈ നാമജപം 2 മിനിറ്റ് ജപിച്ചാൽ മാത്രം മതി.
ഉടനടി തന്നെ നിങ്ങൾക്ക് ഒരു സന്ദേശമെത്തി, നിങ്ങളുടെ തടസ്സങ്ങൾ മാറിയെന്ന്. അതോടുകൂടി നിങ്ങളുടെ രാജയോഗവും. എല്ലാവരും കർക്കിടക മാസം പ്രതീക്ഷയോടെ ഈ കിളികളെ നോക്കിയിരിക്കും. നിങ്ങൾക്ക് ഐശ്വര്യം വരും. ഓം ലക്ഷ്മി നാരായണ.